Me. This is Tindu, and as usual, today we will be discussing about IELTS Writing Task 2. സോ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് IELTS റൈറ്റിംഗ് ടാസ്ക് 2-ലെ എന്ത് ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ അക്വയർ എ ബാൻഡ് ഓഫ് 7+, ഒരു 7 എബവ് ബാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ടിപ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് അവർ സെഷൻ, ലെറ്റ്സ് വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് സോ ദാറ്റ് എവരിബഡി കുഡ് ജോയിൻ. So, good afternoon, and before starting our session, let's know about what's Writing Task 2. നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് Writing Task 2 എന്നുള്ളത്. സോ നമ്മൾ ബേസിക്കലി റൈറ്റിംഗ് ടാസ്ക് 2-ൽ ഒരു എസ്സേ ആണ് റൈറ്റ് ചെയ്യേണ്ടത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡോണ്ട് നോ അബൌട്ട് ദ ക്രൈറ്റീരിയ. എങ്ങനെ ഒരു എസ്സേ എഴുതുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു ക്രൈറ്റീരിയ പലർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ബട്ട് യൂസിങ് ദീസ് ടിപ്സ് നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ഐഡിയ ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹിയർ ആർ ദ 12 ടിപ്സ് ഫോർ IELTS റൈറ്റിംഗ് ടാസ്ക് 2. Okay, Shalu, good afternoon. So the first one is don't try to cheat in your exam. നിങ്ങളുടെ ആ ഒരു എക്സാമിൽ നിങ്ങൾ ചീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് നമ്മൾ ആരെയും കോപ്പി ചെയ്യുന്നു എന്നൊരു മീനിങ് അല്ല ഞാൻ ഈ ചീറ്റ് വെച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ ബിഗ് വേർഡ്സ്, റാൻഡം ആയിട്ടുള്ള ബിഗ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇഫ് യു ഹാവ് റിട്ടൺ എ ബിഗ് വേർഡ്, ദെൻ അതിൻ്റെ ആ ഒരു സെൻറ്റൻസിൽ എറേഴ്സ് കൂടുതലാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ആ ഒരു സ്കോറ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് വെൻ ദേ റീഡ് ദ ബിഗ് വേർഡ്സ് ആൻഡ് ദ സെൻറ്റൻസ്, there will be mistakes in the sentence. So by that they can understand that you are just by hearting that words. ആ ഒരു വേർഡ് ബൈ ഹാർട്ട് ചെയ്ത് യൂസ് ചെയ്തതാണെന്ന് അവിടെ നിന്ന് ക്ലിയർ ആയിട്ടും മനസ്സിലാവും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഡോണ്ട് യൂസ് മെമ്മറൈസ് സെൻറ്റൻസസ്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്ന സെൻറ്റൻസസിനെ ഒരിക്കലും എക്സാം ഹാളിൽ പോയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, പലരും എസ്സേ എഴുതുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള ബൈ ഹാർട്ടഡ് സെൻറ്റൻസസ് യൂസ് ചെയ്യാറുണ്ട്. ഇൻ ദിസ് എസ്സേ ഐ വിൽ ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ദിസ് ഇഷ്യൂ ആൻഡ് ദെൻ ഗീവ് മൈ ഒപ്പീനിയൻ. സോ ഈ രീതിയിലുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ when we read this sentence, there is no clarity about the essay. എന്താണ് എസ്സേയുടെ ടോപ്പിക് എന്ന് കൂടി ഇതിൽ നിന്നൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. By that, the examiner can understand this is a memorized sentence. So, when you write an essay, just try to link all the sentences with the topic. Topic related sentence വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, Amla, good afternoon. So you can write like, in this essay I will explain why the benefits of the internet are far more significant than the threats associated with it. So ഈ ഒരു sentence statement വായിക്കുമ്പോൾ തന്നെ there is a clarity what is the topic. There is a relationship between the topic and this sentence. So ഈ type of sentences വേണം നിങ്ങൾ നിങ്ങളുടെ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട്. Never ever use a memorized sentence in your writing. And the second tip is make your introduction short. നിങ്ങളും എസ്സേ എഴുതിയിട്ടുള്ള സമയത്ത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ബോഡി പാരഗ്രാഫിനേക്കാളും ലെങ്തി ആയി പോയിട്ടുണ്ടാവാം. ബിക്കോസ് വെൻ വി ഗെറ്റ് എ ടോപ്പിക് നമുക്കതിനെപ്പറ്റി ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ, ജനറലായിട്ട് ഓവറോൾ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ബട്ട് വെൻ യു റൈറ്റ് ദ എസ്സേ ഇറ്റ് ഈസ് സംവാട്ട് ഡിഫിക്കൽട്ട് ടു ഇലാബറേറ്റ് യുവർ പോയിൻറ്റ്. സോ നിങ്ങളൊരു വേർഡ് കൗണ്ട് ടാലി ആക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷനിൽ വേർഡ് കൗണ്ട് ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഫോർ 7+ ബാൻഡ് സ്കോർ യു നീഡ് ടു ഇലാബറേറ്റ് യുവർ ഐഡിയാസ് ആൻഡ് സ്റ്റേറ്റ് എക്സാമ്പിൾ സപ്പോർട്ടിങ് ദാറ്റ്. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എത്രത്തോളം വലുതാക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ വേർഡ് കൗണ്ട് ബോഡി പാരഗ്രാഫിൽ കുറയുന്നുണ്ട്. സോ ഇതിനെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് ടു റൈറ്റ് എ സിമ്പിൾ ആൻഡ് ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ആൻഡ് വൈൽ റൈറ്റിംഗ് യുവർ ബോഡി പാരഗ്രാഫ് യു നീഡ് ടു ഇലാബറേറ്റ് യുവർ ഐഡിയാസ് ആൻഡ് മേക്ക് ദാറ്റ് ലാർജ്. ആ ഒരു പാരഗ്രാഫാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടതായിട്ടുള്ളത്.
ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡെവലപ്പ് യുവർ ഐഡിയാസ്. നിങ്ങൾ എന്തൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ മാക്സിമം ഇലാബറേറ്റ് ഫോമിൽ യൂസ് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഒരു പാരഗ്രാഫിൽ തന്നെ മാക്സിമം ഐഡിയാസ് എഴുതാനായിട്ട് ട്രൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, the internet has a number of benefits. First, it allows people to work and study from home. Moreover, it has an answer to any question. Furthermore, it enables friends and family members to communicate even when they are far apart. Also, so ഈ ഒരു രീതിയിലായിരിക്കും യു ആർ റൈറ്റിംഗ് എ പാരഗ്രാഫ്. ഹിയർ വി ഹാവ് ദ ഫസ്റ്റ് ഐഡിയ, ദെൻ ദ സെക്കൻഡ് വൺ, ദെൻ ദ തേർഡ് വൺ, ആൻഡ് വി ആർ ട്രൈങ് ടു റൈറ്റ് ദ ഫോർത്ത് ഐഡിയ. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ പാരഗ്രാഫ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് യു നീഡ് ടു ഡെവലപ്പ് യുവർ ഐഡിയാസ്. ഐശ്വര്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. So for the band 7 requirement, you need to present, extend and support your main ideas using examples. So ഈ ഒരു കാരണവശാൽ തന്നെ നിങ്ങൾ ഒരു പാരഗ്രാഫിൽ ഒരു ഐഡിയ റൈറ്റ് ചെയ്യുക. Then you need to expand and extend that idea. Then state an example supporting that idea. Then moving to the second paragraph, you can write the second idea. So ഒരു പാരഗ്രാഫിൽ ബേസിക്കലി ഒരു ഐഡിയയുടെ ആവശ്യമേ ഉള്ളൂ. You have to expand, elaborate that idea. By that, you can increase your score from 6.5 to 7. And the next one is clearly state your opinion. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ക്ലിയർ ആയിട്ടും ആ ഒരു എസ്സേയിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. Because when most of the students write an essay, after reading the full essay, we don't get an idea where the student stands. അവർ കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. So when you write an essay, make sure that you have your opinion. You have clearly stated your opinion. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തുമായിക്കോട്ടെ, you have stated that. നിങ്ങൾ അതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. Because for a band 7 requirement, you have to present a clear position throughout the response. ആ ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ടാസ്ക് അച്ചീവ്മെൻറ്റിൻ്റെ സ്കോർ നിങ്ങൾക്ക് അവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അഖില, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നിങ്ങൾ ഏതൊരു എസ്സേ എഴുതുന്നുണ്ടെങ്കിലും ഇഫ് ദേ ഹാവ് ആസ്ക്ഡ് യുവർ ഒപ്പീനിയൻ, പ്ലീസ് ട്രൈ ടു ഗിവ് എ ക്ലിയർ കട്ട് ഒപ്പീനിയൻ. ബട്ട് വെൻ യു ആർ ട്രൈങ് ടു സ്റ്റേറ്റ് യുവർ പൊസിഷൻ, നിങ്ങൾക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ സിമ്പിളായിട്ടുള്ള സൈഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിന് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു മേക്ക് ഇറ്റ് കോംപ്ലെക്സ്, ജസ്റ്റ് സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ക്ലിയർലി. ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വെൻ യു ഹേർഡ് ദിസ് ടിപ്പ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒബ്വിയസ്ലി എല്ലാവരും ആൻസർ എഴുതുന്നുണ്ടാവുമല്ലോ. ബട്ട് പല എസ്സേയിലും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ അതിലുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് പലരും മറന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ എഴുതി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. ബിക്കോസ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ എസ്സേയ്ക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ആൻഡ് കീപ് റെഫറിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ത്രൂ ഔട്ട് യുവർ എസ്സേ. ഓരോ പാരഗ്രാഫ് എഴുതി കഴിയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷവും യു ഹാവ് ടു റെഫർ ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. കാരണം പലരും അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്ന് കരുതിയിട്ട് ഫസ്റ്റ് ഒരു തവണ വായിച്ചതിന് ശേഷം ദെൻ ഫുൾ എസ്സേ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ എല്ലാം കഴിഞ്ഞ് ഏറ്റവും കൺക്ലൂഷനും എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ മിസ് ചെയ്തതായിട്ട് ശ്രദ്ധിക്കുന്നത്. ബട്ട് യു ഡോണ്ട് ഹാവ് ടൈം ടു റീറൈറ്റ് ദ എസ്സേ. സോ ഓരോ പാരഗ്രാഫ് കഴിയുമ്പോഴും ജസ്റ്റ് ട്രൈ ടു റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. കാരണം അതിൽ നിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും എന്താണ് പറയേണ്ടത് എന്നുള്ളത്. ദാറ്റ് ഈസ് നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ മേ ബി ഒരു 4 or 5 ടൈംസ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അവോയ്ഡ് ഇറലവൻറ്റ് ഡീറ്റെയിൽസ്. കാരണം നമ്മൾ ചെറിയ ഒരു ഡീവിയേഷൻ വന്നാൽ പോലും വി ഹാവ് മിസ് ദാറ്റ് മച്ച് വേർഡ് കൗണ്ട്. അത്ര വേർഡ് കൗണ്ട് കുറയുന്നുമുണ്ട്. പ്ലസ് നിങ്ങൾ എസ്സേ എഴുതി നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓരോ വേർഡും റെലവൻറ്റ് ടു ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ
പലരും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്ന സമയത്ത് പലരും എക്സാമ്പിൾസ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതാറുണ്ട് റിസർച്ച് കണ്ടക്റ്റഡ് ബൈ ഡോക്ടർ ഡേവിഡ് സിൻക്ലെയർ ഫ്രം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ഷോസ്. ആരാണ് ആ റിസർച്ച് നടത്തിയത് എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. യു ക്യാൻ സിംപ്ലി റൈറ്റ് ലൈക്ക് റിസർച്ച് ഷോസ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി പോസിബിൾ ടു റിവേഴ്സ് ഏജിങ്. സോ ഈ ഒരു ടൈപ്പിൽ എഴുതുവാണെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ 8 വേർഡ്സ്. 8 വേർഡ്സ് ആണ് നിങ്ങൾ അവിടെ വേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫോർ എ ബാൻഡ് 5 ദെയർ മേ ബി ഇറലവൻറ്റ് ഡീറ്റെയിൽസ്. സോ നിങ്ങളൊരു ഇറലവൻറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ബാൻഡ്സ് 5ലേക്കാണ് നിങ്ങളുടെ ടാസ്ക് അച്ചീവ്മെൻറ്റ് സ്കോർ ഡിക്രീസ് ചെയ്യുന്നത്. ഇഫ് യു സ്കോർ 7 ബാൻഡ് ഫോർ ദ 3 ക്രൈറ്റീരിയാസ് ആൻഡ് ഒരെണ്ണം മിസ് ചെയ്താൽ കൂടി നിങ്ങളുടെ ഓവറോൾ ബാൻഡ് 6.5ലേക്ക് ഡിക്രീസ് ചെയ്യും. യു വോണ്ട് ഗെറ്റ് എ മിനിമം ഓഫ് 7 ബാൻഡ് ഓർ എബവ്. സോ നിങ്ങൾ ഓരോ പോയിന്റ് എഴുതുന്ന സമയത്തും ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യന് റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുകയാണെങ്കിൽ കാണാം easy access to the internet means that young people can spend too much time browsing social media such as Instagram and TikTok and playing computer games such as Minecraft and Fortnite. സോ നമ്മളൊരു എസ്സേ എഴുതുന്ന സമയത്ത് നമ്മളുടെ പൊസിഷൻ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തു ആൻഡ് നമ്മളതൊരു ഇലാബറേറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ് എന്ന് പറയുന്നതിന് പകരം ഏതൊക്കെ കമ്പ്യൂട്ടർ ഗെയിംസ് ആണ് കളിക്കേണ്ടത് എന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് ലൈക്ക് യങ് പീപ്പിൾ ക്യാൻ സ്പെൻഡ് ടു മച്ച് ടൈം ബ്രൗസിങ് സോഷ്യൽ മീഡിയ ആൻഡ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ്. ദാറ്റ്സ് ഇനഫ്. ബാക്കി വേർഡ്സൊക്കെ ഇറവലൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അത് നിങ്ങൾ ആഡ് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. ബിക്കോസ് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് യുവർ വേർഡ് കൗണ്ട് ബൈ യൂസിങ് ദോസ് വേർഡ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡോണ്ട് ലീവ് യുവർ എസ്സേ വിത്തൗട്ട് എ കൺക്ലൂഷൻ. ഓക്കെ അനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളൊരു എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾ കൺക്ലൂഷൻ എഴുതാതെ എസ്സേ നിർത്താനായിട്ട് പാടില്ല. ബിക്കോസ് ഐ നോ 1 hour ഈസ് ആക്ച്വലി ഭയങ്കര ഷോർട്ടാണ് 1 hour എന്ന് പറയുന്നത്. 1 hourൽ നിങ്ങൾക്ക് 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡോണ്ട് ഗെറ്റ് ഇനഫ് ടൈം ടു റൈറ്റ് ദ കൺക്ലൂഷൻ. ബട്ട് നിങ്ങൾ കൺക്ലൂഷൻ എഴുതാതെ ആ ഒരു എസ്സേ ലീവ് ചെയ്യുകയാണെങ്കിൽ യു ആർ നോട്ട് അച്ചീവിങ് യുവർ ടാസ്ക്. ബൈ ദാറ്റ് യു ക്യാൻ സിംപ്ലി ലൂസ് സോ മച്ച് ബാൻഡ് സ്കോർ. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് കരുതിയാൽ while you are writing the body paragraph and you don't have that much time left, you can simply move on to the conclusion. ഒരു സിമ്പിൾ 1 sentence എങ്കിലും കൺക്ലൂഷനിലേക്ക് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ കംപ്ലീറ്റ് യുവർ ബോഡി പാരഗ്രാഫ്. ബിക്കോസ് ഒരു കൺക്ലൂഷനും എഴുതാതെ വിടുന്നതിനേക്കാൾ മച്ച് ബെറ്റർ ആണ് ഇഫ് യു ആർ റൈറ്റിംഗ് എ സിമ്പിൾ കൺക്ലൂഷൻ. ജസ്റ്റ് സ്റ്റേറ്റ് എ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ദിസ്: ഐ ബിലീവ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് ആർ ഫാർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഡ്രോബാക്സ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ആൻ ഐഡിയൽ കൺക്ലൂഷൻ ബട്ട് ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ without a conclusion. Just ഒരു simple sentence. For this sentence you will just take 60 seconds to write this sentence. So ഈ ഒരു രീതിയിലെങ്കിലും ഒരു സ്മോൾ കൺക്ലൂഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും കൺക്ലൂഡ് ചെയ്യാതെ നിങ്ങളുടെ പേപ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡോണ്ട് ഓവർ ജനറലൈസ്. ബിക്കോസ് പല ക്വസ്റ്റ്യൻസിലും നമ്മൾ ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ഈറ്റ് ടു മച്ച് ഫാസ്റ്റ് ഫുഡ് ഓർ യങ് പീപ്പിൾ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ ദെയർ ഫോൺസ്. ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ജനറലൈസ് ചെയ്തേക്കുകയാണ്. 100% ഓഫ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ആയിരിക്കാം. ഒരിക്കലും നമുക്ക് 100% പീപ്പിളും ഇതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. സോ യു ഡോണ്ട് ഹാവ് ടു ജനറലൈസ് ലൈക്ക് ദിസ്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് യു ക്യാൻ റൈറ്റ് ലൈക്ക് മെനി പീപ്പിൾ ടെൻഡ് ടു ഈറ്റ് ടു മച്ച് ഫാസ്റ്റ് ഫുഡ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. സോ നമ്മൾ 100%നെ പറയാതെ ഇത് മെജോറിറ്റി എന്നുള്ള രീതിയിലേക്ക് സെൻറ്റൻസിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓർ യു ക്യാൻ റൈറ്റ് ലൈക്ക് യങ് പീപ്പിൾ ഓഫൺ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ ദെയർ ഫോൺസ്. സോ ഹിയർ വി ഹാവ് യൂസ് ദ വേർഡ് ഓഫൺ. സോ മോസ്റ്റ് ടൈം എന്നൊരു മീനിങ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോബബിലി അതങ്ങനെയാണ് എന്ന് നമുക്ക് പറയാം. സോ ഒരിക്കലും ഓവറായിട്ട് ജനറലൈസ് ചെയ്ത് നിങ്ങൾ ഐഡിയാസ് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. യു ഹാവ് ടു യൂസ് സം ഹെഡ്ജിങ് വേർഡ്സ് ലൈക്ക് ദിസ്. ബൈ ദിസ് യു ക്യാൻ ഡൈല്യൂട്ട് യുവർ ഐഡിയാസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് യൂസ് കോംപ്ലെക്സ് ഗ്രാമർ. ആ ഒരു കോംപ്ലെക്സ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോർ എ 7 ബാൻഡ് യു ഷുഡ് യൂസ് എ വെറൈറ്റി ഓഫ് കോംപ്ലെക്സ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ്, ടെൻസസ്, കോംപ്ലെക്സ് സെൻറ്റൻസസ്, ദെൻ ഇഫ് ക്ലോസ്, ഇൻവേർഷൻ സെൻറ്റൻസസ്. ഈ ടൈപ്പിലുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാൻഡ് സ്കോർ 7 എബവിലേക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
For that you need constant practice. So practice well for that. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, the more you practice, the more band score you will achieve in your exam. So നിങ്ങൾ നിങ്ങളുടെ കോംപ്ലക്സിറ്റി കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഇൻ മെനി എക്സാംസ് നമ്മുടെ പോയിന്റ് സ്റ്റേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ക്ലിയർ ആയിട്ട് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് ദ സെക്കൻഡ് പേഴ്സൺ മനസ്സിലാവണമെന്നേ ഉള്ളൂ. ബട്ട് IELTS ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സെൻറ്റൻസസിനെ കോംപ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ band score നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻ ദ പ്രീവിയസ് സെഷൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ യു ക്യാൻ ബിൽഡ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. സോ ഇഫ് യു ഹാവ് ഇൻ വാച്ച് ദാറ്റ് യു ക്യാൻ വാച്ച് ദാറ്റ് ഇൻ അവർ ചാനൽ. അതുവഴി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ സിംപിളി കോംപ്ലക്സ് സെൻറ്റൻസസ് ഫോം ചെയ്യാം എന്നുള്ളത്. And the next one is find a balance between complexity and accuracy. Because നമ്മൾ സെൻറ്റൻസ് കോംപ്ലക്സ് ആക്കുന്നതിനുള്ളിൽ കൂടി നമ്മുടെ സെൻറ്റൻസിൻ്റെ ആക്യുറസി മിസ്സാവാനായിട്ട് പാടില്ല. നമ്മൾ എന്താണ് പറയുന്നത് എന്നൊരു ക്ലിയർ ഐഡിയ അവിടെ ജനറേറ്റ് ചെയ്യാനും സാധിക്കണം. വിത്ത് ദാറ്റ് യു ഹാവ് ടു ജനറേറ്റ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. സോ ഇത് രണ്ടും ഈക്വൽ 50% വെയിറ്റേജിൽ പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രൂഫ് your essay. Before submitting your essay you have to proofread your answer, because നമുക്ക് ഭയങ്കരമായി ക്ലാരിറ്റി ഉള്ള സബ്ജക്റ്റ്, ഇഫ് ദാറ്റ്സ് ആൻ ഈസി ക്വസ്റ്റ്യൻ വി വിൽ മേക്ക് സില്ലി മിസ്റ്റേക്സ്. സോ അത്രയും ഈസി ആയിട്ടൊരു എസ്സേ എഴുതുന്ന ആൾക്ക് ദാറ്റ് സില്ലി മിസ്റ്റേക്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓൾവേസ് ഫൈൻഡ് ടൈം ടു പ്രൂഫ് റീഡ് യുവർ എസ്സേ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രൂഫ് റീഡിങ്ങിൻ്റെ ടൈമും കൂടി ടാലി ആക്കുന്ന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. ഫോർ ദാറ്റ് യു നീഡ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. നെവർ എവർ സബ്മിറ്റ് ആൻ എസ്സേ വിത്തൗട്ട് പ്രൂഫ് റീഡിങ് ഇറ്റ്. ബിക്കോസ് മൈന്യൂട്ട് എറേഴ്സ് കാരണം, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന എറേഴ്സ് കാരണം നിങ്ങളുടെ ബാൻഡ് സ്കോർ ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു കാരണം ഒരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല. സോ ഹിയർ ആർ ദ 12 ടിപ്സ് ഫോർ IELTS Writing Task 2. But for this you need constant practice, and 1 hourൽ തന്നെ നിങ്ങൾക്ക് 2 ടാസ്കും കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ പ്ലാൻ. ഓർ എത്ര ടൈപ്സ് ഓഫ് എസ്സേ ഉണ്ട്, വാട്ട്സ് എ സ്ട്രക്ചർ ഫോർ ദാറ്റ് എസ്സേ, ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് 1 hourനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനും ദെൻ അത് പ്രൂഫ് റീഡ് ചെയ്യാനുമുള്ള ടൈം കിട്ടുകയുള്ളൂ. സോ if you don't have that type of structures and you don't have a clarity about the types of question, you can directly contact us through the link. സോ അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ യു ഷുഡ് പ്രാക്ടീസ് ദാറ്റ് വെൽ. ആ ഒരു രീതിയിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. If you have any doubts you can ask that through the chat box. അതല്ല എങ്കിൽ you can practice your sessions well. If you need practice questions, എത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നോ that will boost your band score. So if you need practice question you can ask us, and അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. So that's all for today, and good luck for your exam and practice well. Thank you.